കൊടുത്തു കഴിഞ്ഞാൽ എന്നെ ഇപ്പോൾ അവർ പിടിച്ച് തൂക്കി കൊല്ലുന്നില്ല. എൻ്റെ അടുത്ത് ചോദിക്കും എന്താണ് കാര്യം, പൈസ കൊടുത്തു. ഞാനൊരു സാക്ഷിയാണ്, കൊടുത്തു, ഇത്രയേ ഉള്ളൂ. ഈ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ അതൊക്കെ വെറുതെ. കേസ് കൊടുക്കും, വനിതാ കമ്മീഷൻ കിടക്കും. കേസ് കൊടുത്താലൊന്നും ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. എന്നാലും സജിത്ത് മോൻ ഒരു ഇതിലും അടുക്കുന്നില്ല. സജിത്ത് മോൻ്റെ കൂട്ടുകാർ ഇതിനെ വിളിച്ച് പറഞ്ഞു കൊടുത്ത് അവൻ്റെ ക്യാരക്ടർ വിട്ട് നിന്നു, കള്ളത്തരമായെന്നുള്ള രീതിയിൽ നിന്നു. എന്തായാലും എൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്തായാലും കേസ് കൊടുക്കാനുള്ള തെളിവുകളൊന്നുമില്ലല്ലോ, അതുകൊണ്ട് എനിക്കിതിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ പൈസ കൊടുത്തെങ്കിൽ നിങ്ങൾ പോയി വാങ്ങിക്കണം, എനിക്കിതിൽ യാതൊരു ബന്ധമില്ലെന്ന് പറയുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ചിറയൻകീഴ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്തു. സാറ് പറഞ്ഞത് ഇദ്ദേഹം ഒന്നിനും അടുക്കാത്തത് കൊണ്ട് ഈ പൈസ കൊടുത്ത ആളെ പോയി കാണാൻ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞത് ഈ സജിത്ത് മോൻ പൈസ മേടിച്ച് തന്നിട്ടുണ്ട്, തന്നതിൻ്റെ കമ്മീഷനും സജിത്ത് മോൻ മേടിച്ചു. നമസ്കാരം. 13-ാം തീയതി, ഏതാണ്ട് ദിവസം മുമ്പ് 13-ാം തീയതി ഒരു ചെറുപ്പക്കാരനെ, സജിത്ത് മോൻ എന്ന ചെറുപ്പക്കാരനെ ചിറയൻകീഴ് SHO പിടിച്ച സ്റ്റേഷനിൽ രാവിലെ മുതൽ രാത്രി വരെ നിർത്തി എന്ന് പറഞ്ഞ് വലിയ കോലാഹലവും ബഹളമൊക്കെ ഉണ്ടായി, വിവാദങ്ങളൊക്കെ ഉണ്ടായി. ഒരു സ്ത്രീയുടെ പരാതി പ്രകാരമാണ് അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയെന്ന് SHO വിശദീകരിച്ചു. ആ സ്ത്രീ ഈ പറയുന്ന 14-ാം വാർഡിലെ ചിറയൻകീഴ് കീഴുവിലം അല്ലേ, അഴൂർ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിലെ മെമ്പറും വൈസ് പ്രസിഡന്റും കൂടിയായ കവിതയാണ്. എന്താണ് ആ ചെറുപ്പക്കാരനെ അങ്ങനെ പിടിച്ചു നിർത്താനുണ്ടായ സാഹചര്യമെന്ന് കവിതാ മേഡം ഞങ്ങളോട് വിശദീകരിക്കും. എന്താണ് സംഭവിച്ചത്? സജിത്ത് മോൻ ആദ്യം നമ്മുടെ കൂട്ടുകാരനായിരുന്നു. ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരനായിരുന്നു. ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരനായതുകൊണ്ടും അദ്ദേഹം മുമ്പ് പല പ്രാവശ്യം ഞാനുമായിട്ട് പണമിടപാട് നടത്തിയിട്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു ആശുപത്രി കേസാണ്, എൻ്റെ കൂട്ടുകാരനെ നീ ഒന്ന് സഹായിക്കണമെന്ന് എന്നോടൊപ്പം 2-3 ദിവസം പറയുകയും അങ്ങനെ നമ്മളെ വീട് മെയിൻ്റനൻസിനായി മാറ്റി വെച്ചിരുന്ന തുക നൽകാമെന്ന് പറയുകയും അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ വെറുതെ എന്തായാലും നൽകണ്ട, നിനക്ക് ഞാൻ എന്തെങ്കിലും ഇൻട്രസ്റ്റ് അതിൽ നിന്ന് വാങ്ങിത്തരാം എന്നും പറഞ്ഞ് 6 മാസത്തെ അവധിക്ക് എൻ്റെ നിന്നും വാങ്ങി നൽകിയ പൈസ 1.5 ലക്ഷം രൂപ നാളിതുവരെ എനിക്ക് വാങ്ങിത്തരാതിരിക്കുകയും അതിന് വേണ്ടിയിട്ട് ഒന്നും ശ്രമിക്കാതിരിക്കുക അദ്ദേഹം ചെയ്യുകയും അങ്ങനെ നമ്മളിപ്പോൾ കിടക്കുന്നത് ഇത് സ്വന്തം വീടല്ല, മറ്റൊരു വീട്ടിലാണ്, നമ്മളെ വീട് മേഖലയിലാണ്. അപ്പോൾ വാടക വീട്ടിലായ സ്ഥിതിക്ക് അദ്ദേഹത്തോട് പറഞ്ഞു നമ്മളുടെ ഗതി അദ്ദേഹം അത്യന്താപേക്ഷം പരിതാപകരത്തിലാണ്, എന്തെങ്കിലും സഹായം ചെയ്യണം, ഒന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ആ പൈസ വാങ്ങിത്തരണം, ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ തന്ന് ഞങ്ങളെ സഹായിക്കെങ്കിലും ചെയ്യണം, നമുക്ക് ആ വീട് മെയിൻ്റെനൻസ് ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം സംസാര രീതി മാറ്റുകയും അദ്ദേഹം പറഞ്ഞു നിങ്ങളെ കൊണ്ട് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യും, എന്തായാലും എൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്തായാലും കേസ് കൊടുക്കാനുള്ള തെളിവുകളൊന്നുമില്ലല്ലോ, അതുകൊണ്ട് എനിക്കിതിൽ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ പൈസ കൊടുത്തെങ്കിൽ നിങ്ങൾ പോയി വാങ്ങിക്കണം, എനിക്കിതിൽ യാതൊരു ബന്ധമില്ലെന്ന് പറയുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ചിറയൻകീഴ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്തത്. അതിൻ്റെ പേരിലാണോ പിന്നെ ഇദ്ദേഹത്തെ വിളിപ്പിച്ചത്? ചിറയൻകീഴ് സ്റ്റേഷനിൽ ആദ്യം 6-ാം തീയതി ഞാൻ പരാതി കൊടുത്തു. 26-ാം തീയതി ഡിസംബർ 26-ാം തീയതി അപ്പോൾ പരാതി കൊടുത്തപ്പോൾ സാറൊന്ന് സജിത്ത് മോനെ വിളിച്ചു. സജിത്ത് മോൻ ഇതേപോലെ പരാതിയുണ്ട്, എന്താണ്? അപ്പോൾ അവ പറഞ്ഞു സാർ അത് കള്ളപ്പരാതി ആയിരിക്കും, അതൊന്നും ശ്രദ്ധിക്കണം. അങ്ങനെ ഞാൻ വോയിസ് റെക്കോർഡ് കേൾപ്പിച്ചാണ് സജിത്ത് മോൻ ഒരു ദിവസം വരണം, ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞ ശേഷമാണ് 13-ാം തീയതി സജിത്ത് മോനെ വിളിക്കുന്നത്. അതാണ് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്. ഈ പറയുന്ന ആ ഒരു വോയിസ് ക്ലിപ്പ് ഈ മാഡത്തിൻ്റെ കയ്യിലുണ്ട്. അതായത് സ്റ്റേഷനിൽ വെച്ച് സജിത്ത് മോൻ ഇവരില്ലെന്ന് പോലും പറഞ്ഞു, പക്ഷേ അതിന് തൊട്ട് തലേദിവസമല്ലേ അല്ല, അതിന് മുൻപേ ഉള്ളത്, ഇന്ന് പൈസ കൊടുത്തതിന് കുറച്ച് ദിവസം മുമ്പ് അതിൻ്റെ കുറച്ച് ദിവസം മുമ്പേ ഉള്ളൊരു വോയിസ് മെസ്സേജ് മാഡത്തിൻ്റെ കയ്യിലുണ്ട്. അതിൽ വ്യക്തമായും സ്പഷ്ടമായും പറയുന്നുണ്ട്, എനിക്കിതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല, ഞാനും കൂടി ഇടപെട്ടാണ് കാശ് വാങ്ങിച്ചു കൊടുത്തത്. ആ ശബ്ദരേഖ ഇതാണ്. കവിത ഞാൻ പങ്കില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ പൈസ മേടിച്ച് കൊടുത്തത് കൊണ്ട് അവന് പൈസ വേണമെന്ന് പറഞ്ഞതും പൈസ മേടിച്ച് കൊടുത്തതും നമ്മൾ ഒരു വാക്ക് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് അന്നേ പറയാൻ എനിക്ക് പറ്റൂല എന്ന് വേണ്ടി കളഞ്ഞിട്ട് എനിക്ക് പോവാം. ഞാൻ നിങ്ങൾക്ക് പൈസ മേടിച്ചു തരുമെന്നില്ല, അവൻ പൈസ തരൂലെന്നും പറയുന്നില്ല. നിങ്ങൾക്ക് നമ്മൾ അതിൻ്റെ ഇടയിൽ ഞാൻ മാറിപ്പോയിട്ടുമില്ല. നീ കേസ് കൊടുക്കും അത് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും ഒരു അർത്ഥമില്ല. കേസ് കൊടുക്കണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കേസ് കൊടുക്കുക, അവരെ പേരോ എൻ്റെ പേരോ വെച്ച് കേസ് കൊടുക്കുക, അതിപ്പോൾ ഒരു വിഷയമല്ല. നിങ്ങൾക്ക് അതിൻ്റെ പൈസ വേണമെങ്കിൽ അവിടെ ചോദിക്കുക. ഞാനും അവനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്നെ ഇപ്പോൾ അവർ പിടിച്ച് തൂക്കി കൊല്ലുന്നില്ല. എൻ്റെ അടുത്ത് ചോദിക്കുക എന്താണ് കാര്യം, പൈസ കൊടുത്തോ? ഞാനൊരു സാക്ഷിയാണ്, കൊടുത്തു, ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ അതൊക്കെ വെറുതെ. കേസ് കൊടുക്കും, വനിതാ കമ്മീഷൻ കിടക്കും. കേസ് കൊടുത്താലൊന്നും ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. അത് നിങ്ങൾ ആദ്യം നീ ഇപ്പോൾ ഒരു ഇതിലൊക്കെ നിൽക്കുന്നില്ല, ആരെങ്കിലും പോയി ചോദിച്ച് തിരക്കി നോക്ക് കേസ് കൊടുത്താൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്റ്റേഷനിൽ വെച്ച് സൈത്ത് അറിയില്ല എന്ന് പറഞ്ഞു. ഇത് അദ്ദേഹത്തിന് ഒരു ഇടപാടുമില്ല, ഇവരെ നമുക്ക് അറിഞ്ഞൂടാ, ഇവരെ സാമ്പത്തിക ഇടപാട് നമുക്ക് അറിഞ്ഞൂടാ എന്നുള്ള പ്ലേറ്റ് മാറ്റി. സത്യം പറഞ്ഞാൽ വിശ്വാസവഞ്ചനയാണ് കാണിച്ചത്, വിശ്വാസവഞ്ചന. അങ്ങനെ SHO നമ്മൾ പറഞ്ഞു സിവിൽ കേസാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു സാർ എൻ്റെ ആത്മഹത്യ വക്കീലായി, ഇപ്പോൾ എൻ്റെ സ്വന്തം വീട് പൊളിഞ്ഞു, ഞാൻ ഇപ്പോൾ വാടകയ്ക്കാണ് കിടക്കണം, എനിക്കൊരു 3 വയസ്സായ
പെൺകുട്ടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ കിടക്കാൻ പറ്റില്ല, എന്തെങ്കിലും കുറച്ചെങ്കിലും പൈസ ഇദ്ദേഹം തന്നാൽ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റും. പിന്നെ ബാക്കി ഈ അമീൻ തിരിച്ച് തരുമ്പോൾ നമ്മൾ തിരിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നാലും സജിത്ത് മോൻ ഒരു ഇതിലും അടുക്കുന്നില്ല. സജിത്ത് മോൻ്റെ കൂട്ടുകാർ ഇതിനെ വിളിച്ച് പറഞ്ഞു കൊടുത്ത് അവൻ്റെ ക്യാരക്ടർ വിട്ട് നിന്നു, കള്ളത്തരമായെന്നുള്ള രീതിയിൽ നിന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, സജിത്ത് മോൻ്റെ വീട്ടിൽ പോയി ആക്രമിച്ചു എന്ന് പറഞ്ഞ് സജിത്ത് മോൻ അതിലൊരു മൊഴി കൊടുത്തിട്ടിങ്ങനെ വാർത്തയിൽ വന്നിങ്ങനെ. നമ്മൾ ഒരു വീട്ടിൽ ചെന്ന് എൻ്റെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് ഞാൻ എന്ത് അതിക്രമിച്ച് കാണിക്കാനാണ്? 2 കുട്ടികളുണ്ടായിരുന്നു, 2 പേരും കാർട്ടൂൺ കാണുമായിരുന്നു. വെളിയിൽ സ്വാതി ഇരിക്കുന്നു. സ്വാതിയോട് ഞാൻ സംസാരിച്ചത്, ഡേയ് നിൻ്റെ ഹസ്ബൻഡാണ് ഇതേപോലെ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അവൾ ഇങ്ങോട്ട് ഷൗട്ട് ചെയ്ത് ചോദിക്കുകയാണ്, എൻ്റെ ഭർത്താവിന് 8 മണി തൊട്ട് രാവിലെ 11 മണി തൊട്ട് രാത്രി 8 മണി വരെ. ഞാൻ പറഞ്ഞു, ഈ സമയം ഇതേ സജിത്ത് മോൻ അതിൻ്റെ അകത്ത് നിൽക്കണം, അതേ സമയം നമ്മൾ 11 മണി തൊട്ട് 8 മണി വരെ ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു. പുറത്ത് നമ്മളും വെള്ളം കുടിക്കാതെ തന്നെ നിന്നത്. അതൊക്കെ ഭയങ്കര വിഷമമായ കാര്യമാണ്. ഇങ്ങനെ കാണിച്ചത് ചതിച്ചുമോ ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മളിപ്പോൾ വാടകയ്ക്കാണ് കിടക്കുന്നത്. നമ്മളെ വീട് ഇടിഞ്ഞു പോയതുകൊണ്ട് നമ്മളിപ്പോൾ വാടകയ്ക്കാണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ ആ അവസ്ഥ വരെ എത്തി. അദ്ദേഹം NRI കാരനാണെന്ന് പറഞ്ഞാൽ വിശ്വാസവഞ്ചന കാണിച്ചുകൊണ്ടാണ് പോലീസ്. എന്നിട്ടും സാറ് നമ്മളോട് പറഞ്ഞ് സിവിൽ കേസ് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറ് അത്രയ്ക്ക് അവസ്ഥയാണ് സാർ, എന്തെങ്കിലും എന്ന് വെച്ചാൽ അവർ ഒരു ഭാഗത്തു നിന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തന്നാലോ, അദ്ദേഹം ഒന്ന് ഇടപെട്ടാൽ തന്നാലോ എന്ന് വിചാരിച്ചാണ്. സാറ് കഷ്ടിച്ച് പറഞ്ഞു നോക്കി, എന്നിട്ടും ഒരു ഇതില്ല. പിന്നെ സാറ് പറഞ്ഞ് എന്തെങ്കിലും പോകുന്നതിന് മുന്നെങ്കിലും കൊടുക്ക് എന്നിങ്ങനെ. അപ്പം ഞാനാണ് പറഞ്ഞത്, സാർ ഇപ്പോൾ ഉടനെ പോവും, അതിന് പാസ്പോർട്ട് മേടിച്ച് വയ്ക്കുന്നത് ഞാനാണ് പറഞ്ഞത്. സാറ് പറഞ്ഞില്ല. സാറ് പറഞ്ഞ് നീ എങ്ങനെയെങ്കിലും അത് പരിഹരിച്ച് വിട്, അല്ലെങ്കിൽ പാസ്പോർട്ട് ആ കുട്ടിക്ക് കൊടുക്കാനാണ് പറയണത്, അല്ലാതെ പാസ്പോർട്ടൊന്നും മേടിച്ചില്ല. ഇങ്ങനെ സാറ് വാക്കാലേ പറഞ്ഞതേ ഉള്ളൂ. സാറ് പറഞ്ഞത് ഇദ്ദേഹം ഒന്നിലും അടുക്കാത്തത് കൊണ്ട് ഈ പൈസ കൊടുത്ത ആളെ പോയി കാണാൻ പറഞ്ഞു. പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞത് ഈ സജിത്ത് മോൻ പൈസ മേടിച്ച് തന്നിട്ടുണ്ട്, തന്നതിൻ്റെ കമ്മീഷനും സജിത്ത് മോൻ മേടിച്ചു. സജിത്ത് മോൻ കമ്മീഷനും മേടിച്ചു. എന്നിട്ടാണ് ഇത് അറിഞ്ഞൂടാന്ന് പറഞ്ഞത്. ഇപ്പം നമ്മൾ മേടിച്ച ആളെ കൊണ്ടുവന്ന് നമുക്ക് സാറിനെ മുന്നിൽ ഹാജരാക്കാനും പറ്റും. അദ്ദേഹം നമ്മളോട് തന്നെ നിൽക്കും. ഇതുവരെയും ഇങ്ങനെ പ്ലേറ്റ് മാറ്റിയ സ്വഭാവം ഈ സജിത്ത് മോന് മാത്രമേ ഉള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇവരെല്ലാം കൂട്ടി നിൽക്കണവർ മെമ്പറിന് എന്തെങ്കിലും ഇരിക്കട്ടെ എന്നുള്ള രീതിയിലുള്ള അപ്രോച്ചാണ് അവരുടെ ഭാഗത്തുനിന്ന് എനിക്കുണ്ടായത്. ചില മുതിർന്ന ജേർണലിസ്റ്റുകൾ പറയും, ഈ പറയുന്ന 3-ാം പേജിൽ വരുന്ന ചില കോളം വാർത്തകൾ ഏതോ വലിയ വാർത്ത മറയ്ക്കാനുള്ളൊരു മറ ആയിരിക്കുമെന്ന്. പലപ്പോഴും സത്യമായിട്ടുമുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു മെമ്പർക്കാണ് ഈ ഒരു ചതവ് പറ്റിയിരിക്കുന്നത്. കാരണം ആ ഒരു ചെറുപ്പക്കാരനെ 12 മണിക്കോ സ്റ്റേഷനിൽ വിളിച്ച് നിർത്തി മാത്രം വാർത്തയായിപ്പോയി. ആ വാർത്തയ്ക്ക് പിറകിലുണ്ടായ ചേതോവികാരം എന്താണെന്ന് ആരും മനസ്സിലാക്കിയുമില്ല. ഈ പാവപ്പെട്ട അവർ താമസിക്കുന്ന വീട് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ചെറിയ കുടിലാണ്, അതും വാടകയ്ക്കാണ്. സ്വന്തം വീട് മെയിൻ്റെനൻസ് ചെയ്യാൻ വച്ചിരുന്ന ആ 1.5 ലക്ഷം രൂപയാണ് എടുത്ത് ഈ സൈത്ത് മുഖാന്തരം മറ്റൊരാൾ കൊടുത്തത്. അത് തിരികെ കിട്ടാനുള്ള പോരാട്ടത്തിനിടയ്ക്ക് ഈ സൈത്ത് എന്ന ഈ പറയുന്ന പ്രതി വാദിയാവുന്ന കാഴ്ചയാണ് ജനങ്ങളെല്ലാം കണ്ടത്. വിസ്മയസിനുണ്ടി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീത്ത് മാരാർ സൈനിങ് ഓഫ്.